പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മരിയൻ സമർപ്പണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മളുടെ വിശുദ്ധമായ യാത്ര 20-ാം ദിവസം എത്തിയിരിക്കുകയാണ്. തീർച്ചയായും വലിയൊരു ആത്മീയ അനുഭവം ഈ ദിവസങ്ങളിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ നാം അരമണിക്കൂർ നടത്തുന്ന ഈ ശുശ്രൂഷ കൊണ്ട് അവസാനിക്കുന്നില്ല. ദിവസം മുഴുവനും ഈ ഒരു അരൂപിയിലായിരിക്കാൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. സെപ്റ്റംബർ 8 എന്നുള്ള ഒരു ലക്ഷ്യം എൻ്റെ അമ്മയുടെ മടിത്തട്ടിലെത്താൻ, ഹൃദയത്തിലെത്താൻ, അമ്മയുടെ പരിശുദ്ധിയിൽ ഒരു അംശമെങ്കിലും സ്വന്തമാക്കാൻ തീവ്രമായി ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുക. കൂടുതൽ വചനം വായിക്കാൻ നാം പരിശ്രമിക്കുക. യൗമാല പ്രാർത്ഥനകൾ കൂടുതൽ ചൊല്ലി നമ്മെ തന്നെ ഒരുക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുറവുകളിൽ നിന്നും മോചനം നേടാൻ പ്രിയപ്പെട്ടവരെ നാം പരിശ്രമിക്കുക. ഇന്നത്തെ ശുശ്രൂഷകൾ നാം ആരംഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്താം. സന്തോഷകരമായ രഹസ്യങ്ങളിൽ ഒന്നാമത്തെ രഹസ്യം ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള വചനങ്ങൾ. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കുള്ള ആ ഒരു യാത്രയിൽ 3-ാമത്തെ ഘട്ടത്തിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി ലോകാരൂപിയിൽ നിന്ന്, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ നാം പരിശ്രമിച്ചു. വ്യക്തിപരമായി നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലിരുന്ന് പരിശോധിക്കുവാൻ നാം തയ്യാറായി. നമ്മുടെ കുറവുകൾ നാം കണ്ടെത്തി. വിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെ ഈ കുറവുകളെല്ലാം കർത്താവിന്റെ സന്നദ്ധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമർപ്പിച്ചു.
ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെ കൂടുതൽ അടുത്തറിയാൻ നാം പരിശ്രമിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മഹത്വം, പരിശുദ്ധ അമ്മയുടെ ഔന്നത്യം, പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധി, പരിശുദ്ധ അമ്മയുടെ പുണ്യജീവിതത്തിന്റെ പ്രത്യേകതകൾ, ഇവയൊക്കെ പ്രിയപ്പെട്ട മക്കൾ എന്ന നിലയിൽ അത്ഭുതത്തോടെ കാണാനും അറിയാനും നാം പരിശ്രമിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമുക്ക് ഏറെ പരിചിതമായ സുവിശേഷ ഭാഗമാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഈ അവസരത്തിൽ കടക്കാൻ നമുക്ക് സമയമില്ല. പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ആ ഒരു വണക്കം, അത് ഉന്നതമായ വണക്കമാണ്. അതിൻ്റെ അടിസ്ഥാനങ്ങൾ തേടുകയാണ് ഈ ധ്യാനത്തിലൂടെ. പരിശുദ്ധന്മാർക്ക് നാം നൽകുന്ന ആ വണക്കത്തിനപ്പുറത്തുള്ള ഒരു വണക്കം, അതിൻ്റെ കാരണങ്ങളിലേക്ക് ഈ സുവിശേഷ ഭാഗത്ത് തന്നെ യേശുക്രിസ്തുവിനെ അടുത്ത് അനുകരിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ പുണ്യവാന്മാരും യേശുവിനെ അനുകരിക്കുന്നവരാണ്. എന്നാൽ പരിശുദ്ധ അമ്മയോളം യേശുക്രിസ്തുവിനോട് ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഒപ്പിയെടുക്കുകയും യേശുക്രിസ്തുവിൻ്റെ അവർ ജീവിതത്തെ അടുത്തറിയുകയും യേശുക്രിസ്തുവിൻ്റെ ആ ഒരു രക്ഷാകര കർമ്മങ്ങളിൽ ഭാഗവാക്കാവുകയും ചെയ്തവർ മറ്റാരുമില്ല എന്നുള്ളതാണ്. 12-ാമത്തെ വയസ്സിൽ യേശുവിനെ കാണാതെ പോയ അനുഭവം, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന സംഭവമാണ്. യേശു നഷ്ടപ്പെടുന്ന അനുഭവം ഒരു വ്യക്തിയുടെ വിശുദ്ധിയുടെ ആഴമറിയുന്ന മുഹൂർത്തമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളായാലും നഷ്ടങ്ങളായാലും പരാജയമായാലും ആ മുഹൂർത്തത്തിൽ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ക്രിസ്തുവിനെ കൂടുതൽ അടുത്തറിയാനും ക്രിസ്തുവിൻ്റെ മഹത്വം കൂടുതൽ അനുഭവിച്ചറിയാനും ക്രിസ്തു ജീവിതത്തിന്റെ രഹസ്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാനുമുള്ള ഒരവസരമായി പരിശുദ്ധ അമ്മ മാറ്റി എന്നുള്ളതാണ്. അവിടെ കണ്ടെത്തുന്നത് വരെയും യേശുവിനെ അന്വേഷിച്ചു. നമ്മുടെ പുണ്യജീവിതത്തിൽ അത് പ്രധാനപ്പെട്ട ഒന്നാണ്. നാം അപ്രതീക്ഷിതമായി യേശു അനുഭവത്തിൽ നിന്ന് നാം മാറ്റപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് വരാം. പക്ഷേ എത്രയും വേഗം ആ അനുഭവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് സംയമനത്തോടെ പരിശുദ്ധ അമ്മ നിറവേറ്റി. നൊമ്പരമുണ്ട്, വേദനയുണ്ട്, ആകാംക്ഷയുണ്ട്, അസ്വസ്ഥതയുണ്ട്. പക്ഷേ സംയമനം കൈവിടാതെ പരിശുദ്ധ അമ്മ യേശുവിനെ അന്വേഷിച്ചു. ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തി. യേശുവിനെയും കൂട്ടിക്കൊണ്ട് മടങ്ങിപ്പോയി. അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം ഹൃദയത്തിൽ ധ്യാന വിഷയമാക്കി മാറ്റി എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയിൽ നാം പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠവുമാണ്. നാം പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഈ ഉന്നതമായ വണക്കത്തിന് പരിശുദ്ധ അമ്മ എന്തുകൊണ്ട് അർഹയായിരിക്കുന്നു? പരിശുദ്ധ അമ്മയ്ക്ക് എത്രമാത്രം സ്ഥാനം കൊടുക്കണം? പലപ്പോഴും നാം ദൈവത്തിന്റെ സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്, പ്രചരിപ്പിക്കുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്, യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ. അപ്പോൾ മറിയത്തെ കൂടുതൽ സ്നേഹിക്കുന്നത് ക്രിസ്തുവിന് കൊടുക്കേണ്ട
സ്നേഹത്തിൽ നിന്നാണ് എന്ന്, ക്രിസ്തുവിന് കൊടുക്കേണ്ട ആ ഒരു സ്നേഹത്തിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. മരിയഭക്തി കൂടാതെ ക്രിസ്തു ശിഷ്യനാകാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നവരും. പ്രിയപ്പെട്ടവരെ, നീതി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം. പുണ്യവാന്മാർക്ക് കൊടുക്കേണ്ട മഹത്വം പുണ്യവാന്മാർക്ക് നൽകണം. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അർഹിക്കുന്ന ആ ഒരു സ്നേഹവും ബഹുമാനവും മറ്റുള്ളവർക്ക് നൽകണം. ദൈവത്തിന്റെ മഹത്വം കുറവ് ചെയ്തുകൊണ്ടല്ല പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുന്നത്, മറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നത് ഉന്നതമായൊരു വണക്കം, ദൈവത്തിന് നൽകുന്നത് ആരാധനയാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് ഇതിനെ വിളിക്കുന്നത് ഹൈപ്പർ ഡ്യൂളിയ എന്നാണ്. മറിയത്തിന് അർഹമായ ആ ഒരു ഉന്നതമായ വണക്കം. എന്നാൽ വിശുദ്ധർക്ക് നൽകുന്നത് ഡൂളിയ. വിശുദ്ധർക്ക് നൽകുന്നത് ഡൂളിയ. അത് അവർക്ക് നൽകുന്ന ബഹുമാനം, അവർക്ക് നൽകുന്ന ആദരവാണ് അവിടെ നാം കാണുന്നത്. വണക്കത്തിന് വിശുദ്ധരെ അർഹരാക്കുന്നത് എന്താണ്? ക്രിസ്തുവിനെ അനുകരിച്ചു ജീവിക്കുന്നതിൽ, ക്രിസ്തു സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തിയെടുക്കുന്നതിൽ അവർ കാണിച്ച മികവിന്റെ അടിസ്ഥാനത്തിലാണ്. വീരോചിതമായ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ അനുകരിച്ചവരാണ്. പരിശുദ്ധ അമ്മയും ഇക്കാരണത്താൽ അർഹയാണ്. എന്നാൽ മറ്റെല്ലാ വിശുദ്ധരെയും അധികമായി, അതുല്യമായി പരിശുദ്ധ അമ്മ യേശു ക്രിസ്തുവിനെ അനുകരിച്ചു. അമ്മയുടെ ഉദരം മുതൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. കുരിശിൽ അവസാനിച്ചില്ല ബന്ധം. യേശുവിന്റെ സ്വർഗാരോഹണത്തിനു ശേഷവും യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു ബന്ധം പരിശുദ്ധ അമ്മ, ആ മാതൃബന്ധം പുലർത്തി എന്ന് അവിടെ ഒരമ്മ എന്ന നിലയിൽ മാത്രമല്ല, ആദ്യത്തെ ശിക്ഷ എന്നുള്ള നിലയിൽ കൂടി, ഏറ്റവും ഔന്നത്യമുള്ള ശിക്ഷ എന്ന നിലയിൽ കൂടി പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വിശുദ്ധനുമായി ഒരു വിശുദ്ധയുമായി താരതമ്യം ചെയ്യാൻ സാധിക്കാതെ വണ്ണം സമ്പൂർണമായി പരിശുദ്ധ അമ്മ യേശു ക്രിസ്തുവിനെ അനുകരിച്ചു. രണ്ടാമതായി പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. പരിശുദ്ധ അമ്മ സ്വർഗം അതാണ് ആഗ്രഹിച്ചത്, ആ ഒരു മാർഗമാണ് സ്വീകരിച്ചത്. മൂന്നാമതായി ക്രിസ്തു രഹസ്യത്തിൽ അതുല്യമായി പങ്കാളിയായി എന്നുള്ളതാണ്. ഈ മൂന്ന് കാരണങ്ങളാലാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നതമായ വണക്കം നാം നൽകുന്നത്. വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെ പറ്റിയുള്ള പ്രമാണരേഖയിൽ 66 നമ്പറിൽ നാം വായിക്കുന്നു, ദൈവം കാരുണ്യപൂർവ്വം തന്റെ പുത്രൻ കഴിഞ്ഞാൽ എല്ലാ മാലാഖമാരെക്കാളും മനുഷ്യരെക്കാളും ഉപരിയായി ഉയർത്തിയ മറിയത്തെ ദൈവത്തിന്റെ പരിശുദ്ധ മാതാവും ക്രിസ്തുവിന്റെ ജീവിത രഹസ്യങ്ങളിൽ പങ്കുകാരിയുമായി സഭ പ്രത്യേക വിധം ബഹുമാനിക്കുന്നത് യുക്തമാണ് എന്ന് പരിശുദ്ധ സഭയെ നമ്മെ പഠിപ്പിച്ചു. അപ്പൊ എല്ലാ മാലാഖമാരിലും മനുഷ്യരിലും നിന്നും ഉയർത്തപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ദൈവ ആരാധനയില്ല. കാരണം പരിശുദ്ധ അമ്മ ഒരു സൃഷ്ടിയാണ്, മഹത്വപൂർണമായ ഒരു സൃഷ്ടിയാണ്. അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, ദൈവം കഴിഞ്ഞാൽ എല്ലാവരെയും കൂടുതൽ വിശിഷ്ടമായത് മറിയമാണ്. പ്രകൃത്യാ സുന്ദരിയും മനോഹരിയുമാണ്. കെറൂബിം മാലാഖമാരെക്കാളും സെറാഫിം മാലാഖമാരെക്കാളും വിശുദ്ധയുമാണ്. അപ്പോൾ ഉന്നത വണക്കത്തിന് പരിശുദ്ധ മറിയത്തെ അർഹയാക്കുന്ന സർവപ്രധാനമായ കാരണം ക്രിസ്തു രഹസ്യത്തിലുള്ള ആ ഒരു പങ്കാളിത്തം, അതുല്യമായ പങ്കാളിത്തമാണ് എന്ന് വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെ പറ്റിയുള്ള പ്രമാണരേഖയിൽ പഴയ ഉടമ്പടിയും
പുതിയ ഉടമ്പടിയും ഉൾപ്പെടെയുള്ള വേദപുസ്തകവും പൂജ്യമായ പാരമ്പര്യവും രക്ഷകന്റെ മാതാവിന് മനുഷ്യരക്ഷാകര പദ്ധതിയിലുള്ള സ്ഥാനം സുവ്യക്തമായും സുപ്രധാനമായും പ്രകാശിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒന്നാമതായി ദൈവം മറിയത്തിന് പ്രസാദവരത്തിന്റെ പൂർണ്ണത അനുവദിച്ചു കൊടുത്തു. പ്രസാദവരത്തിന്റെ പൂർണ്ണത അനുവദിച്ചു കൊടുത്തു. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വചനം, ദൈവകൃപ നിറഞ്ഞവളേ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അപ്പോൾ ഇവിടെ അഭിവാദ്യത്തിൽ നിന്ന് മറിയത്തിന്റെ ഉത്ഭവ നിമിഷത്തിൽ തന്നെ ദൈവം നൽകിയ ഈ പ്രത്യേക ദാനത്തെക്കുറിച്ച് നമുക്ക് സൂചന ലഭിക്കും. എല്ലാ വിശുദ്ധർക്കും ദൈവവരപ്രസാദം ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മൂലപാപത്തിന്റെ പരിമിതി മൂലം പ്രസാദവരത്തിന്റെ സമൃദ്ധി, അതിന്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കാൻ സാധാരണ വ്യക്തികൾക്ക് സാധിക്കില്ല. എന്നാൽ ഈ പാപദോഷമില്ലാതെ ഉത്ഭവഭാവമില്ലാതെ പിറന്നു വീണ പരിശുദ്ധ അമ്മയ്ക്ക് അതിന് മഹത്വം ലഭിക്കാനിടയായി. രണ്ടാമതായി ദൈവത്തിന്റെ അമ്മയാകാനുള്ള ഭാഗ്യം പരിശുദ്ധ അമ്മയ്ക്കാണ്. സ്ത്രീത്വത്തിലെ രണ്ടാമത്തെ ആളായ ദൈവത്തിന് ശരീരം നൽകാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിലൂടെ പരിശുദ്ധ മറിയം മറ്റെല്ലാ സൃഷ്ടികളെയും കാൾ ശ്രേഷ്ഠയും മഹത്വവും ഉള്ളവളായി തീർന്നു എന്ന്. മൂന്നാമത്തെ കാരണം, പരിശുദ്ധ അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ ദൈവഹിതത്തോടുണ്ടായിരുന്ന പൂർണ്ണമായ അനുസരണമാണ്. ഒരു നിമിഷം പോലും വ്യതിചലിച്ചിട്ടില്ല. പുണ്യവാന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും എന്താണ്, ഒരു ഘട്ടം കഴിഞ്ഞതിനു ശേഷമാണ് വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വരുന്നത്. എന്നാൽ ഒരിക്കൽ പോലും ദൈവഹിതത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടയായിട്ടില്ല. പൂർണ്ണമായ അനുസരണം, അതാണ് ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിതയായി ദൈവഹിതത്തോട് പൂർണ്ണമായി അനുസരണമുള്ളവളായി. ഒരു ലഘുഭാവം പോലും ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാതിരുന്ന പരിശുദ്ധ അമ്മ മാത്രമേ ദൈവത്തിന്റെ സൃഷ്ടിയിൽ എടുത്തു പറയത്തക്കവണ്ണം ഈ പരിശുദ്ധിയുടെ പൂർണ്ണതയിൽ കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കണം. 2-ാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെ പറ്റിയുള്ള പ്രമാണരേഖ 67-ാമത്തെ നമ്പര് പരിശുദ്ധ കന്യകമറിയത്തെ കുറിച്ച് കത്തോലിക്ക വിശ്വാസം ഈ പരിശുദ്ധ സുനഗദോസ് അവധാനപൂർവ്വം പഠിപ്പിക്കുകയും പരിശുദ്ധ കന്യകയോടുള്ള വണക്കം പ്രത്യേകിച്ച് തിരുക്കർമ്മ വിധികളിലൂടെ ഔദാര്യപൂർവ്വം വർദ്ധിപ്പിച്ചു കൊണ്ടുവരണമെന്നും സഭാസന്താനങ്ങളെ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. സഭയുടെ പഠനം അതാണ്. സഭ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. മറിയൻ സമർപ്പണം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഈ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്ന ഈ മരിയൻ സമർപ്പണം പരിശുദ്ധ അമ്മയോടുള്ള വലിയ ആദരവിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ മഹത്വത്തിന് അടിസ്ഥാനവുമാണ്. മിസ്റ്റർ ലൂയി മോൺഫോർട്ടിന്റെ സമ്പൂർണ്ണ മരിയൻ സമർപ്പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള മരിയൻ ഭക്തിയെ 9-ാം പിയൂസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് ഏറ്റവും നല്ലതും ഏറ്റവും സ്വീകാര്യവുമായ മരിയ ഭക്തി എന്നാണ്. സഭ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇത് വ്യക്തിപരമായ ഒന്നായല്ല, മറിച്ച് അല്ലെങ്കിൽ മോൺഫോർട്ട് തുടങ്ങി വെച്ചു എന്നുള്ളതല്ല, സഭ സ്വീകരിച്ച ഒന്നാണ്. തന്നെ പൂർണ്ണമായി മാതാവിന് സമർപ്പിക്കുന്നതിലും തനിക്കുള്ള ഭൗതിക നന്മകൾ മാത്രമല്ല ആധ്യാത്മിക യോഗ്യതകൾ പോലും പരിശുദ്ധ മറിയത്തിന് കൊടുക്കുന്നതിലുമാണ് ഈ സമർപ്പണം ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ഓരോരുത്തരും അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി തീരാം, സുരക്ഷിതരായി തീരാം. നമ്മളോടൊപ്പം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രവേശിക്കാൻ, അതിലൂടെ സ്വർഗീയ അനുഭവത്തിലേക്ക് കടന്നു വരാൻ, യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിലെത്താൻ ഒരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉപരിവിശുദ്ധീകരിക്കാൻ സഹായിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുകയും ചെയ്യാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ.
പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. യഥാർത്ഥ മറിയഭക്തി ഖണ്ഡിക 22, 23, 24. മറിയം കൃപയുടെ നീർച്ചാൽ. മനുഷ്യാവതാരത്തിലും യേശുവിന്റെ ആദ്യ ആഗമനത്തിലും പരിശുദ്ധ ത്രിത്വം ഏതു മാർഗം സ്വീകരിച്ചുവോ അതേ രീതിയിൽ തന്നെ ഓരോ ദിവസവും കാഴ്ചയ്ക്ക് അതീതമായ വിധത്തിൽ തിരുസഭയിൽ ഇപ്പോഴും പരിശുദ്ധ ത്രിത്വം പ്രവർത്തന നിരതമാണ്. കാലത്തിന്റെ അവസാനത്തിൽ യേശുക്രിസ്തു വീണ്ടും ആഗതനാകുന്നതുവരെ അവർ അത് തുടരുക തന്നെ ചെയ്യും. പിതാവായ ദൈവം വെള്ളത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അതിന് കടൽ എന്ന് പേരിട്ടു. അതുപോലെ അവിടുന്ന് തന്റെ കൃപാവരം മുഴുവൻ സമാഹരിച്ച് അതിന് മറിയം എന്ന് പേര് വിളിച്ചു. ഉന്നതനായ ദൈവത്തിന് തന്റെ എല്ലാ സൗന്ദര്യവും സമൃദ്ധിയും വിലയുറ്റവയും അപൂർവമായവയുമായ നിധികളൊക്കെയും അല്ല, തന്റെ പുത്രനെ പോലും സൂക്ഷിക്കുന്ന സമ്പന്നമായ ഒരു ഭണ്ഡാകാരമുണ്ട്. ആ അതിവിശാലമായ ഭണ്ഡാകാരം മറിയമല്ലാതെ മറ്റാരുമല്ല. തന്റെ ഐശ്വര്യ സമൃദ്ധിയിൽ നിന്നും സകലരെയും സമ്പന്നരാക്കുന്ന ദൈവിക ഭണ്ഡാകാരം എന്നു വിശുദ്ധർ അവളെ സംബോധന ചെയ്യുന്നതിന് കാരണം ഇതത്രേ. പുത്രനായ ദൈവം തന്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും സമ്പാദിച്ച എല്ലാ സ്തുത്യർഹമായ പുണ്യങ്ങളും അനന്തമായ യോഗ്യതകളും തന്റെ മാതാവിനെ ഏൽപ്പിച്ചു. പിതാവിൽ നിന്നും തനിക്ക് അവകാശമായി ലഭിച്ച സകലത്തിന്റെയും സംരക്ഷകയായി മറിയത്തെ നിയോഗിച്ചു. മറിയം വഴിയാണ് അവിടുത്തെ മൗതിക ശരീരത്തിലെ മറ്റവയവങ്ങൾക്ക് തന്റെ യോഗ്യതകൾ ഉപയുക്തമാക്കുന്നതും തന്റെ പുണ്യങ്ങൾ പകരുന്നതും. അവൾ അവിടുത്തെ കൃപയുടെ സംഭരണിയാണ്, നിഗൂഢ നീർച്ചാലാണ്. അത് മനുഷ്യർക്ക് അനുയോജ്യമാം വിധം നിർമ്മിതമാകയാൽ അതിലൂടെ തന്റെ കാരുണ്യം സൗമ്യമായും സമൃദ്ധമായും ഒഴുകുക എളുപ്പമത്രേ.
കർത്താവായ യേശുവേ, എത്ര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെയാണ് പരിശുദ്ധ മറിയത്തിനു നിന്നെ തന്നെ നീ ഭരമേൽപ്പിച്ചു കൊടുത്തതും അവൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചതും. നിനക്ക് അമ്മയോടുണ്ടായിരുന്ന അതേ സ്നേഹം എനിക്കും നൽകണമേ. പ്രസാദവരത്തിൽ പൂർണ്ണയും ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം ലഭിച്ചവളും ദൈവഹിതം പൂർണ്ണമായി അനുസരിച്ചവളും എന്ന നിലയിൽ മറിയത്തിന് അർഹമായ ഉന്നത വണക്കം നൽകി അവളെ ബഹുമാനിക്കാൻ എന്നെ സഹായിക്കണമേ. എല്ലാ മാലാഖമാരെക്കാളും മനുഷ്യരെക്കാളും ദൈവത്താൽ ഉയർത്തപ്പെട്ട ഈ അമ്മയെ യോഗ്യമാം വിധം സ്നേഹിച്ചാദരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നതിൽ നാളിതുവരെ വന്ന വീഴ്ചയ്ക്ക് പരിഹാരമാകത്തക്ക വിധം അമ്മയെപ്പറ്റിയുള്ള ശരിയായ അറിവ് അനേകരിലേക്ക് പകരാൻ എന്നെ ഉപകരണമാക്കണമേ. അമ്മയുടെ സ്നേഹത്തിലേക്കും മാതൃഭക്തിയിലേക്കും മറ്റുള്ളവരെ നയിക്കാനും എന്നെ സഹായിക്കണമേ. യേശുവേ, നീ നിന്നെ തന്നെ അവളുടെ സംരക്ഷണത്തിനായി സമർപ്പിച്ചതുപോലെ എന്നെ പൂർണ്ണമായി മറിയത്തിനർപ്പിക്കാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നു നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ മഹത്വം മനസ്സിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മൂഢതയുടെ ദുരാത്മാക്കളിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും മോചിതരായി തീരട്ടെ. ഈ അമ്മയുടെ മഹത്വം ഗ്രഹിക്കാൻ സാധിക്കാതിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളിലേക്ക് സ്വർഗത്തിന്റെ വെളിച്ചം, സ്വർഗത്തിന്റെ ജ്ഞാനവും പകർന്നു കൊടുക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയോട് തങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ പരിശ്രമിക്കുന്ന എല്ലാവരെയും പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖ വൃന്ദങ്ങളുടെ കാവലും എന്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.